ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. രണ്ടാമത്തെ പാർട്ട് 2ലെ ആദ്യത്തെ യൂണിറ്റാണ് ഹവ ഓർ ധൂൽ. എഴുതിയിരിക്കുന്നത് ശ്യാം സുശീൽ സിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഹവ എന്ന് പറഞ്ഞാൽ എന്താ? ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. ധൂൽ എന്ന് പറഞ്ഞാലോ? ധൂൽ എന്ന് പറഞ്ഞാൽ പൊടി. ആ തലക്കെട്ടിൻ്റെ അർത്ഥം എന്താ വരുന്നത്? ഹവ ഓർ ധൂൽ എന്ന് പറഞ്ഞാൽ കാറ്റും പൊടിയും കേട്ടോ. അപ്പോൾ ഇതൊരു കവിതയാണ്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് മീനിങ്സ്, അർത്ഥങ്ങൾ കാണിച്ചു തരാം. അത് നിങ്ങൾ ഓരോ വേർഡിൻ്റെ അവിടെയും എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ മലയാള അർത്ഥം നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇതാണ് അർത്ഥം വരുന്നത്. ഹവ, ഹവ എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റ്. ധൂൽ, ധൂൽ എന്ന് പറഞ്ഞാൽ പൊടി. ഛേഡന, ഹവ ധൂലുക്കോ ഛേടിക്ക് ഭാഗിയുന്നുണ്ട്. അപ്പോൾ ഛേഡന എന്ന് പറഞ്ഞാൽ എന്താ? ടീസ് ചെയ്യുക അല്ലെങ്കിൽ കളിയാക്കുക കേട്ടോ. അച്ചാനക്, അച്ചാനക് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന്. ഭാഗന, ഭാഗന എന്ന് പറഞ്ഞാൽ ഓടുക. സോന, സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. ജാഗന, ജാഗന എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിനെയാണ് ജാഗന എന്ന് പറയുക. ഉഡന, ഉഡന എന്ന് പറഞ്ഞാൽ പറക്കുക. പീച്ചെ, പീച്ചെ എന്ന് പറഞ്ഞാൽ പിന്നിൽ. നീച്ചെ, താഴെ. ഖോജന, തിരയുക. പീച്ചെ, താഴെ. ഖോജന, തിരയുക. ദായെ, ഇടത്ത്. ബായെ, വലത്. ആകെ, മുന്നിൽ. ആഖെ മീച്ചന, കണ്ണടച്ച്. ഹവാ ചലന, കാറ്റ് വീശുക. ഗഡ്ബഡ്, കുഴപ്പം. ധൂൽ ജോഖന, പൊടിയിടുക. ആഖ്മേ ധൂൽ ജോഖന എന്ന് പറഞ്ഞാലോ? കണ്ണിൽ പൊടിയിടുക കേട്ടോ. അപ്പോൾ നമുക്കിനി കവിത വായിച്ച് നോക്കാം. हवा धूल को छेड़ के भागी, सोती धूल अचानक जागी. उड़ी हवा के पीछे पीछे, हवा हो गई धूल के नीचे. നമുക്ക് ഓരോ ലൈനായിട്ട് ഇനി വായിച്ച് നോക്കാം. ഹവ ധൂൽ കോ ഛേട് കെ ഭാഗി. ഹവ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. ധൂൽ എന്ന് പറഞ്ഞാലോ? പൊടി അല്ലേ? ധൂൽ എന്ന് പറഞ്ഞാൽ പൊടിയാണ്. അപ്പോൾ ഛേടിക്ക് ഭാഗി, ഛേടന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു, കളിയാക്കുക. കളിയാക്കുന്നതിനാണ് ഛേടന എന്ന് പറയുന്നത്. അപ്പോൾ ഛേടിക്ക് ഭാഗി എന്ന് പറഞ്ഞാലോ? അപ്പോൾ എന്താ ഇവിടെ ഉണ്ടായത്? ഹവ ധൂലുക്കോ ഛേടിക്ക് ഭാഗി. ഹവ കാറ്റ്, ധൂല് പൊടിയെ, ഛേടിക്ക് ഭാഗി കളിയാക്കിക്കൊണ്ട് ഓടിപ്പോയി അല്ലേ? ഭാഗന എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗ്ന എന്ന് പറഞ്ഞാൽ ഓടുക അല്ലേ? ഓടുക എന്നാണ് ഭാഗ്നയുടെ മീനിങ്. അപ്പോൾ കാറ്റ് ആ പൊടിയെ കളിയാക്കിക്കൊണ്ട് അങ്ങനെ പറന്നുപോയി അല്ലേ? അങ്ങനെ ഓടിപ്പോയി. സോത്തി ധൂൽ അച്ചാനക് ജാഗി അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ സ്കൂളിലെ ഗ്രൗണ്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആകെ പൊടിയാവും അല്ലേ? മണ്ണിങ്ങനെ കിടക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ പെട്ടെന്നൊരു കാറ്റ് വരുമ്പോൾ എന്താണ്? ആ പൊടിയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങുന്നത് കാണാം. അപ്പോൾ അതുവരെ സോത്തി, ഉറങ്ങിക്കിടന്ന ധൂല്, ധൂൽ എന്ന് പറഞ്ഞാൽ എന്താ? പൊടി. ഉറങ്ങിക്കിടന്നിരുന്ന ആ പൊടി എന്ത് ചെയ്തു? അച്ചാനക് ജാഗി. അച്ചാനക് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന്, പെട്ടെന്ന്. ജാഗി, ജാഗി എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ हवा धूल को छेड़ के भागी, सोती धूल अचानक जागी. കാറ്റ് എന്താണ്? കാറ്റ് പൊടിയെ കളിയാക്കിക്കൊണ്ട് അങ്ങനെ ഭാഗന എന്താണ്? വീശിപ്പോയി അല്ലേ? ഓടിപ്പോയി. അപ്പോൾ ഉറങ്ങിക്കിടന്നിരുന്ന ധൂല്, ഉറങ്ങിക്കിടന്നിരുന്ന പൊടി എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് അച്ചാനക്ക്, പെട്ടെന്ന് എണീറ്റു. ഉടി ഹവാ കെ പീച്ചെ പീച്ചെ, ഉടി ഹവാ കെ പീച്ചെ പീച്ചെ. കാറ്റ് വീശുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ആ നിലത്ത്, ആ മണ്ണ്, ആ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന പൊടി അങ്ങോട്ട് ഉയർന്ന് പൊങ്ങും അല്ലേ? നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കാറ്റ് വീശുമ്പോൾ അല്ലേ? ഉടി ഹവാ കെ പീച്ചെ പീച്ചെ. ആ കാറ്റിൻ്റെ പിന്നാലെ തന്നെ, പീച്ചെ പീച്ചെ, പിന്നാലെ തന്നെ ആരും പോവാണ്? ആ പൊടിയും. ഉടന, പൊടിയും പറക്കുകയാണ് അല്ലേ? കാറ്റ് വന്നപ്പോൾ പൊടിയും അങ്ങനെ കാറ്റിൻ്റെ പിന്നാലെ പറക്കുകയാണ്. ഹവാ ഹോ ഗൈ ധൂല് കെ നീച്ചെ. ഇപ്പം എന്താ ഉണ്ടായത്? അവസാനം കാറ്റിങ്ങനെ വീശിയായിരുന്നു അല്ലേ? ഇപ്പം പൊടിയുടെ താഴെയാണ് ആര് നിൽക്കുന്നത്? കാറ്റ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഹവാ ഹോ ഗൈ ധൂൽ കെ നീച്ചെ. ആ പൊടിയുടെ നീച്ചെ, താഴെയായിപ്പോയി ഇപ്പോൾ ആര്? നമ്മുടെ കാറ്റ് കേട്ടോ.
അപ്പോൾ ഒന്നുകൂടി നമുക്ക് വായിക്കാം. ഹവാ ധൂൽ കോ छेड़ के भागी सोती धूल अचानक जागी उड़ी हवा के पीछे पीछे हवा हो गई धूल के नीचे. ഇനി അടുത്തത് ഇത് മുഴുവൻ വായിക്കാം ആദ്യം. ധൂൽ കോജിത്തി ആംഖേ മീച്ചെ दाए बाए आगे पीछे हवा चल रही सांसें खींचे नीचे नीचे धूल के नीचे. വായിച്ചു നോക്കാം. ഉൽ കോജത്തി ആംഖേ മീച്ചെ. എന്ന് പറഞ്ഞാൽ എന്താ? തെരയുക. അപ്പോൾ പൊടി അങ്ങനെ ആംഖേ മീച്ചിന കണ്ണൊക്കെ ചിമ്മിക്കൊണ്ട് അല്ലേ അങ്ങനെ തെരയുകയാണ്. ദായെ എവിടെയൊക്കെയാണ്? ദായെ ബായെ ആകെ പീച്ചെ ഇടത്ത് അല്ലേ. ബായെ എന്ന് പറഞ്ഞാൽ വലത്ത്, ആകെ എന്ന് പറഞ്ഞാൽ മുന്നിൽ, പീച്ചെ എന്ന് പറഞ്ഞാൽ പിന്നിൽ. ഹവാ ചൽ രഹി സാസേ കീച്ചെ. അപ്പോൾ ഹവാ ചൽ രഹി കാറ്റ് എങ്ങനെയാണ് വീശുന്നത്? സാസേ കീച്ചെ അതിൻ്റെ ശ്വാസം അടക്കിക്കൊണ്ടാണ് ഇപ്പോൾ കാറ്റ് നിൽക്കുന്നത്. നീച്ചെ നീച്ചെ ധൂലിക്ക് നീച്ചെ ആ പൊടിയുടെ താഴെ അല്ലേ, ആ പൊടിയുടെ താഴെ അങ്ങനെ ആ കാറ്റ് ശ്വാസം അടക്കിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലേ. നിങ്ങൾ കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോൾ എങ്ങനെയാണ്? ഒരാൾ പിടിക്കാൻ വരുമ്പോൾ അവൻ കാണാതിരിക്കാൻ അല്ലേ, അവൻ്റെ അടുത്തുള്ളത് അറിയാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ശ്വാസം അടക്കിക്കൊണ്ടൊക്കെ നിൽക്കില്ലേ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? പൊടിയും കാറ്റും കൂടിയുള്ള ആ കളിയിൽ കാറ്റ് ഇപ്പോൾ പൊടിയുടെ താഴെ അകപ്പെട്ടു അല്ലേ. അപ്പോൾ കാറ്റ് എവിടെയാണെന്നുള്ളതെന്ന് പൊടി അറിയാതിരിക്കാനായി അങ്ങനെ ശ്വാസം അടക്കിക്കൊണ്ട് കാറ്റ് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. ലഗാ ധൂൽ കോ കുച്ച് ഹേ ഗഡ്ബഡ് ധൂൽ ധപ്പ് സേ നീച്ചെ ആയി ധൂൽ കി ആങ്ക് മേ ധൂൽ ചോങ്ക് കർ ഹവാ ഹോ ഗയി ഹവാ ഹവായി അല്ലേ. എന്താണ്? നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. ലഗാ ധൂലിക്കോ കുച്ച് ഹേ ഗഡ്ബഡ്. അപ്പോൾ എന്താണ്? പൊടിക്ക് എന്ത് തോന്നി? എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ എന്ന് തോന്നി. ഗഡ്ബഡ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പം കേട്ടോ. കുഴപ്പം എന്ന് പറയാൻ നമുക്ക്. എന്തോ കുഴപ്പമുണ്ടെന്ന് ആർക്ക് തോന്നി? നമ്മുടെ ധൂലിന്, പൊടിക്ക് തോന്നി. ധൂല് ധപ്പ് സേ നീച്ചയായി. ധൂല് പെട്ടെന്ന് എന്താ ചെയ്തത്? കാറ്റിൻ്റെ മുകളിലായിരുന്നു അതുവരെ പൊടി നിൽക്കുന്നത് അല്ലേ. പെട്ടെന്ന് എന്ത് ചെയ്തു? ഈ പൊടി പെട്ടെന്ന് ഈ താഴേക്ക് വന്നു എന്നാണ് പറയുന്നത് അല്ലേ. താഴേക്ക് വന്നു. നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ. ധൂലിക്ക് ആങ്കമേ ധൂല് ജോക്ക് കർ. എന്താ പറയുന്നത്? പൊടിയുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ആരോ ഓടിപ്പോയത്? ധൂൽ ചോങ്കന എന്ന് പറഞ്ഞാൽ കണ്ണിൽ പൊടിയിടുക. ആങ്കമേ ധൂൽ ചോങ്കന എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണിൽ പൊടിയിടുക. ഹവാ ഹോ ഗയി ഹവാ ഹവായി. അപ്പോൾ പൊടിയുടെ കണ്ണിൽ പൊടി വിതറിയിട്ട് നമ്മുടെ ഹവ, നമ്മുടെ കാറ്റ് ഹവാ ഹവായി ആയി എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് അപ്രത്യക്ഷനായി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? നമ്മളൊക്കെ കാണുന്നൊരു കാര്യം തന്നെയാണല്ലേ. നമ്മുടെ കാറ്റ് വീശുമ്പോൾ പൊടി ഉയർന്നു പൊങ്ങുന്നു അല്ലേ, അത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം തന്നെ നല്ല ഭംഗിയിൽ ഒരു കവിതയായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ് ആര്? ശ്യാം സുശീൽ സിംഗ് കേട്ടോ. അപ്പം നമുക്കിതൊന്നും കൂടി വായിച്ചു നോക്കാം. ഹവാ ധൂൽ കോ छेड़ के भागी सोती धूल अचानक जागी उड़ी हवा के पीछे पीछे हवा हो गई धूल के नीचे धूल खोजती आंखें मीचे दाए बाए आगे पीछे हवा चल रही सांसें खींचे नीचे नीचे धूल के नीचे लगा धूल को कुछ है गड़बड़ धूल धप से नीचे आई धूल की आंख में धूल झोंक कर हवा हो गई हवा हवाई. കവിതയും അതുപോലെ തന്നെ പാഠഭാഗമൊക്കെ 2-3 പ്രാവശ്യം വായിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ലാംഗ്വേജ് ഹിന്ദി പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥം മാത്രം പഠിക്കാതെ ഈ പാഠഭാഗങ്ങളും ഈ കവിതയുടെ ഭാഗമൊക്കെ 2-3 പ്രാവശ്യം ഞാൻ വായിക്കുന്നതിൻ്റെ കൂടെ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അടുത്തത് എന്താണ്? നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. ധൂൽ കെ ബദലെ ഘടാ ചോടുക്കർ കവിത ലിഖെ. ഇവിടെ ഒരു കവിതയുടെ 4 വരികൾ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ധൂൽ എന്ന് പറഞ്ഞാൽ എന്താ? പൊടി. പൊടിക്ക് പകരം ഏതാണ് നിങ്ങളോട് ഉപയോഗിക്കാൻ പറയുന്നത്? ഘട എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കണ്ടോ ഈ മേഘങ്ങളെയാണ് പറയുന്നത് ഘട എന്ന് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ഇത് തന്നെയാണ്. നിങ്ങൾക്ക് അധികമൊന്നും ചെയ്യാനില്ല. ഇവിടെ എന്ത് ചെയ്യണം? ഈ ധൂൽ എന്നുള്ള ഭാഗം ഒന്നും നിങ്ങൾ എഴുതണ്ട. അവിടെ എന്ത് എഴുതുക? അവിടെ ഘട്ട എന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ എന്ത് വരും? ഹവാ ഘട്ട കോ
ഹവാ ഘട്ടാക്കോ ചേടിക്കെ ബാഗി. കൊടുത്തിട്ടുള്ള പോലെ എഴുതാ. ധൂല് മാറ്റിയിട്ട് അവിടെ ഘട്ടാന്നാക്കിയാൽ മതി കേട്ടോ. ഹവാ ഘട്ടാക്കോ ചേടിക്കെ ബാഗി. सोती घटा अचानक जागी. उठी हवा के पीछे पीछे. हवा हो गई घटा के नीचे. കേട്ടോ. അപ്പോൾ അതങ്ങനെ മാറ്റി എഴുതുക. അടുത്തത് ഉചിത് ജോഡെ ചുൻകർ ലിഖേ. മാച്ച് ദ ഫോളോയിങ് ആണ്. ഹവാ ധൂലുക്കോ. ഹവ എന്താ ചെയ്തത്? പൊടിയെ. ഹവാ ധൂലുക്കോ ചേടിക്കെ ബാഗി. അപ്പോൾ ഇതിവിടെ എഴുതുക കേട്ടോ. ഈ ചേടിക്കെ ബാഗി എന്നുള്ളത് നിങ്ങൾ എവിടേക്ക് എടുത്തെഴുതണം? ഇതാ ഇവിടേക്ക് എടുത്തെഴുതുക കേട്ടോ. ഹവാ ധൂലുക്കോ ചേടിക്കെ ബാഗി. സോത്തി ധൂല്. ഉറങ്ങുന്ന പൊടി എന്താ ചെയ്തത്? ഉറങ്ങുന്ന പൊടി അച്ചാനക്ക് ജാഗി കേട്ടോ. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തത് അച്ചാനക്ക് ജാഗി. അത് ഇവിടേക്ക് എടുത്തെഴുതുക. ഉട്ടി ഹവാക്ക് എന്താണ്? ഉട്ടി ഹവാക്ക് പീച്ചേ പീച്ചേ. അപ്പോൾ മൂന്നാമത്തത് ഏതാണ്? ഇതാണ്. അപ്പോൾ ഉട്ടി ഹവാക്ക് പീച്ചേ പീച്ചേ ഇത് എടുത്തെഴുതുക. ഹവാ ഹോ ഗൈ. എന്താ ഇനി ലാസ്റ്റ് ഏതാ ബാക്കിയുള്ളത്? ഹവാ ഹോ ഗൈ ധൂലിക്ക് നീച്ചേ. കാറ്റ് ആ പൊടിയുടെ താഴേക്ക് പെട്ടു അല്ലേ. അപ്പോൾ അത് അങ്ങനെ എടുത്തെഴുതാം. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി പറയാം. ഹവാ ധൂലുക്കോ छेड़ बागी. सोती धूल अचानक जागी. उठी हवा के पीछे पीछे. हवा हो गई धूल के नीचे. ഇനി നിമ്നലിഖിത ആശയ വാലി പങ്ക്തിയാം കവിത സെ ചുൻകർ ലിഖേ. ഇവിടെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. ആ ആശയം വരുന്ന വരികൾ കവിതയിൽ ഏതാണ് അതാണ് നിങ്ങളോട് എടുത്തെഴുതാൻ പറയുന്നത്. ആദ്യത്തെ എന്താണ്? ധൂൽ ആഖേ ബന്ദ് കർ കോച്ച്തി ഹേ. എന്താണ്? പൊടി കണ്ണും പൂട്ടിക്കൊണ്ട് എന്താണ്? തെരയുകയാണ്. ആ ഒരു വരി എവിടെയാണ് വന്നിട്ടുള്ളത്? അടുത്തത് എന്താണ്? വഹ് ആകെ പീച്ചെ ഓർ ദായേ ബായേ കോച്ച്തി ഹേ. ആകെ പീച്ചെ മുമ്പിലും പിന്നിലും ഇടത്തും വലത്തുമൊക്കെ തെരയുന്നുണ്ട്. ഇതാണ് വരികൾ. ദായേ ബായേ ആകെ പീച്ചെ അതെഴുതുക. അതെന്താണ്? ഹവ സാസി ഖീച്ച് കർ ചൽ രഹി ഹേ. കാറ്റ് എന്താണ്? ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് ഇപ്പോൾ വീശുന്നത് അല്ലേ. ശ്വാസം അടക്കി പിടിച്ചാണ് ഇപ്പോൾ കാറ്റ് നിൽക്കുന്നത്. അതേതാണ് ഉത്തരം വരുന്നത്? അതിതാണ്. ഹവാ ചൽ രഹി സാസേ കീച്ചേ. അപ്പം ഇതാണ് മൂന്നാമത്തെ ലൈൻ വരുന്നത്. നാലാമത്തെ ഏതാണ്? ഹവാ ധൂല് കെ നീച്ചേ ചൽ രഹി ഹേ. കാറ്റ് ധൂലിൻ്റെ താഴെയാണ്. ഇതാണ് നാലാമത്തെ ലൈൻ വരുന്നത് കേട്ടോ. അപ്പം ഈ 4 ലൈനുമാണ് കണ്ടോ. ഈ 4 ലൈൻ ഉണ്ടല്ലോ. ഈ 4 ലൈനുമാണ് നിങ്ങൾ എങ്ങോട്ട് എടുത്ത് എഴുതേണ്ടത്? ഈ തന്ന സ്ഥലത്ത് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഇനി സഹി വാക്യോപ്പർ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അവിടെ ഒരു ടിക്ക് ഇടാൻ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. ഹവാക്കി ആനേപ്പർ. കാറ്റ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്? ധൂൽ ഉഡ് ജായേഗി അല്ലേ. കാറ്റ് വരുമ്പോൾ എന്താണ്? പൊടി പറക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ്. പത്തേ ഗിർ ജായേഗി അല്ലേ. കാറ്റ് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ചെടികളുടെ ഇലയൊക്കെ വീഴാറുണ്ട്. അപ്പോൾ അതും ശരിയാണ്. വർഷ ആ ജായേഗി. അതെയോ? കാറ്റ് വരുമ്പോഴൊക്കെ മഴ വരാറുണ്ടോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ ടിക്കിടണ്ട. അന്തേര ചാജായേക. രാവിലെയൊക്കെ കാറ്റ് വീശുമ്പോൾ ഇരുട്ടാവാറുണ്ടോ? ഇല്ല. അന്തേര എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. അപ്പോൾ അതും ഇല്ല. അപ്പോൾ നിങ്ങൾക്കത് ഇങ്ങനെ എഴുതാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലാത്ത കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. പരീക്ഷയ്ക്കൊക്കെ വരാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, കോൺ ധൂൽ കോ ചേടിക്കെ ബാഗി. ആരാണ് ധൂലിനെ പൊടിയെ കളിയാക്കിക്കൊണ്ട് കടന്നു കളഞ്ഞത്? ആരാണ്? നമുക്കറിയാം ആരാണ്. ഹവ, കാറ്റാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം, കോൺ അച്ചാനക്ക് ജാഗി. ആരാണ് പെട്ടെന്ന് എണീറ്റത്? ധൂല് അല്ലേ. കാറ്റ് വീശിയപ്പോൾ ധൂല് പൊടിയാണ് പെട്ടെന്ന് എണീറ്റത്. ഇനി മൂന്നാമത്തെ ചോദ്യം, കോൻ ഹവാക്കെ പീച്ചെ ഉടി. ആരാണ് കാറ്റ് വീശുമ്പോൾ പിന്നാലെ കാറ്റിനെ പിടിക്കാൻ പോയത്? ആരാണ്? നമ്മുടെ ധൂല് പൊടിയാണ് കേട്ടോ. നാലാമത്തെ ചോദ്യം, കോൻ ആങ്കെ മീച്ച് കർ കോച്ച്തി. ആരാണ് കണ്ണടച്ചുകൊണ്ട് തിരയുന്നത്? ധൂല് പൊടിയാണ് കണ്ണടച്ച് തിരയുന്നത്. കോൻ സാസേ കീച്ച് കർ ചൽ രഹി ഹേ. ആരാണ് ശ്വാസം അടക്കി പിടിച്ചിട്ട് വീശിയത്? ആരാണ്? നമുക്കറിയാം നമ്മുടെ കാറ്റ്, ഹവ ആണ്. ഇനി ആറാമത്തെ ചോദ്യം,
കുച്ച് ഗഡ്ബഡ് സമജ്കർ ധൂൽ നെ ക്യാ കിയ, എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ധൂൽ പൊടി എന്താ ചെയ്തത്? ധൂൽ ധപ്പ് സേ നീച്ചയായി അല്ലേ? ധൂൽ ധപ്പ് പെട്ടെന്ന് എവിടേക്ക് വന്നു? നീച്ചയായി താഴേക്ക് വന്നു. ഏഴാമത്തെ ചോദ്യം, ഹവ കേസെ ഹവാ ഹവായി ഹോ ഗയി, എങ്ങനെയാണ് കാറ്റ് പെട്ടെന്ന് അപ്രത്യക്ഷമായത്? ധൂലിക്ക് ആംഖോമേ ധൂല് ചോക്ക് കർ അല്ലേ? ധൂലിക്ക് ആംഖോമേ ധൂല് ചോക്ക് കർ, പൊടിയുടെ കണ്ണിൽ പൊടി ഇട്ടിട്ടാണ് നമ്മുടെ ഹവ കാറ്റ് അപ്രത്യക്ഷമായത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങളും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും മറക്കാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്